ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെളിവുകൾ സഹിതം വോട്ട് ക്രമക്കേട് ആരോപണങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് നടക്കുന്ന വോട്ട് മോഷണത്തെ തെളിവുകൾ നിരത്തി എക്സ്പോസ് ചെയ്യുന്ന മൂന്നാമത്തെ വാർത്താ സമ്മേളനം. വോട്ട് ചോരി എന്നല്ല, സർക്കാർ ചോരി എന്നാണ് ഇത്തവണ ഹരിയാനയിൽ നടന്ന വോട്ട് ക്രമക്കേടുകളെ രാഹുൽ വിശേഷിപ്പിച്ചത്. ഞാനിവിടെ പറയാൻ പോകുന്നത് 100% സത്യമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ തുടങ്ങിയത്. എങ്ങനെയാണ് ഹരിയാന എന്നൊരു സംസ്ഥാനത്തെ ജനഹിതത്തെ വോട്ട് ക്രമക്കേടിലൂടെ കവർന്നതെന്നായിരുന്നു രാഹുൽ 1 മണിക്കൂറും 19 മിനിറ്റും നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകളുടെ കൊള്ള നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. 5,21,619 ഇരട്ട വോട്ടുകൾ കണ്ടെത്തി. സംസ്ഥാനത്ത് ആകെ 2 കോടി വോട്ടർമാരാണുള്ളത്. അതിൽ 8-ൽ ഒരാളുടെ വോട്ട് വ്യാജ വോട്ട്. ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ 100 വോട്ട്. ഒറ്റ ഫോട്ടോ ഒരു മണ്ഡലം 100 വോട്ട്. വോട്ടർ പട്ടികയിൽ ഒരേ ഫോട്ടോ ഒരേ പേര്. 104-ാം നമ്പർ വീട്ടിൽ 100 കണക്കിന് വോട്ടുകൾ. 2 ബൂത്തുകളിലായി ഒരു സ്ത്രീ ചെയ്തത് 223 വോട്ടുകൾ. 12,477 വോട്ടുകൾ വ്യാജ ഫോട്ടോകളിലാണ് രേഖപ്പെടുത്തിയത്. ഇത്രയും വോട്ടുകളിൽ ബ്ലർ ചെയ്ത ഫോട്ടോകളാണ് ഉപയോഗിച്ചത്. ക്രമക്കേടുകളുടെ ഒരു നീണ്ട നിര തന്നെ രാഹുൽ ഗാന്ധി തുറന്നിട്ടു. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഹരിയാനയിൽ 22 വോട്ടുകളാണ് ചെയ്തത്. സ്വീറ്റി, സരസ്വതി, സീമ, വിമല ഒരേ ഫോട്ടോ വെച്ച് വ്യത്യസ്ത പേരുകളിൽ 10 ബൂത്തുകളിലായി 22 വോട്ടുകൾ രേഖപ്പെടുത്തി. രാഹുൽ ഹരിയാനയിൽ നടന്ന വോട്ട് കൊള്ളയുടെ ചിത്രം ഈ നിലയിൽ വിശദമായി തന്നെ വ്യക്തമാക്കി. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, BJP അധികാരത്തിൽ വരും, അതിനുള്ള വ്യവസ്ഥയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ് 2-ാം ദിവസം ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചായിരുന്നു രാഹുൽ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. സൈനി പറഞ്ഞ ആ വ്യവസ്ഥ എന്താണെന്നായിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാന കോൺഗ്രസ് തൂത്തുവാരുമെന്ന് പറഞ്ഞെടുത്ത റിസൾട്ട് എങ്ങനെ മാറി മറിഞ്ഞുവെന്ന് തെളിവുകളുടെ പിൻബലത്തിൽ തന്നെ രാഹുൽ അക്കമിട്ട് വിശദീകരിച്ചു. 5 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ, 1 ലക്ഷത്തിനടുത്ത് വ്യാജ വിലാസങ്ങൾ, 19,26,000-ത്തിലധികം ബൾക്ക് വോട്ടുകൾ, അതായത് ഒരു ഒറ്റമുറി വീട്ടിലോ ഫ്ളാറ്റിലോ എണ്ണമറ്റ വോട്ടർമാർ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം എത്രമാത്രം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് രാഹുൽ തെളിവുകൾ നിരത്തി വിശദീകരിച്ചത്. BJP വോട്ട് ചോരി നടത്തുമെന്ന് BJP കേരള ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോയും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്ലേ ചെയ്തു. തങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുമെന്നാണ് B. ഗോപാലകൃഷ്ണൻ പറയുന്നത്. രാജ്യത്തെ യുവാക്കളോട് പറയാനുള്ളത് ഇതാണ്: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയാറുള്ളത്. എന്നാൽ അത് സത്യമല്ല, കള്ളമാണ്. ഇന്ത്യയിലെ ജനാധിപത്യം നശിപ്പിക്കപ്പെട്ടു. ഹരിയാനയിലെയും കർണാടകയിലെ മഹാദേവ്പുരയിലെയും ആലന്ദിലെയും വോട്ട് മോഷണമാണ് അതിനുള്ള തെളിവ്. യുവാക്കളോട്, ജൻസികളോട് പറയാനുള്ളത്, ജനാധിപത്യം നിങ്ങളുടേതാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ അല്ല. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങളുടേതാണ്. രാഹുൽ പറഞ്ഞവസാനിപ്പിച്ചു. മറ്റ് 2 വാർത്താ സമ്മേളനങ്ങളെയും പോലെ ഇത്തവണയും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലെത്തിയത് ഒറ്റയ്ക്കായിരുന്നു. വേദിയിൽ രാഹുൽ ഗാന്ധിയും ഭരണഘടനയുടെ ഒരു കോപ്പിയും ഹരിയാനയിലെ മുഴുവൻ വോട്ടർ പട്ടികയും മാത്രം. സ്ക്രീനിൽ വോട്ട് ചോരി, H ഫയൽസ്. വളരെ ലളിതമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായ അവതരണം. കർണാടകയിലെ മഹാദേവ്പുര, ആലന്ദ് എന്നീ മണ്ഡലങ്ങളിൽ മാത്രം നടന്ന വോട്ട് മോഷണത്തെക്കുറിച്ച് തെളിവ് സഹിതം വെളിപ്പെടുത്തിയ രാഹുൽ ഇത്തവണ ഒരു സംസ്ഥാനത്തെ ആകെ എത്രയധികം വോട്ടുകളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് വ്യക്തമാക്കിയത്. നിലപാടുകൾ പറയുകയല്ല, വസ്തുതകൾ കൃത്യമായി വിവരിച്ച് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് അവരെ കൊണ്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു വാർത്താ സമ്മേളനം നടത്തി അത് അവസാനിക്കുന്നതോടെ ആ വിഷയം വിടുകയല്ല രാഹുൽ ചെയ്തത്. പകരം വീണ്ടും വീണ്ടും വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്ന, രാജ്യത്തെ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നുണ്ടെന്ന തന്റെ ആരോപണത്തിൽ ഉറച്ചുനിന്ന് അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തുവിടുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ 16 ദിവസങ്ങളിലായി 20-ലധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന വോട്ടർ അധികാർ യാത്ര നടത്തി. പേരുപോലെ തന്നെ വോട്ടർമാരുടെ അധികാരം സംരക്ഷിക്കുന്നതിനായുള്ള യാത്ര. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ദളിതർക്കും OBC വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ത്യൻ ആർമിയിൽ പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നും രാജ്യത്തെ 10% നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ ആർമി എന്നും അദ്ദേഹം പറഞ്ഞത്. രാഹുൽ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇനിയും എത്രയെത്ര മണ്ഡലങ്ങളിൽ
എത്രയെത്ര സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണവും ക്രമക്കേടും നടന്നിട്ടുണ്ടെന്ന് കണ്ടറിയുക തന്നെ വേണം. എന്തായാലും ബീഹാർ പോളിംഗ് ബൂത്തിലെത്തുന്നതിന് തലേന്ന് വോട്ടുകൊള്ളയുടെ മറ്റൊരു ഭീകര ചിത്രം വരച്ചിട്ടത് വഴി വിഷയം രാഷ്ട്രീയമായി രാജ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുകൂടിയാണ് രാഹുൽ ഗാന്ധി അടിവരയിട്ടിരിക്കുന്നത്.